ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി. യോഗം പ്രധാനമായും ആലോചിച്ചത് മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ കൂടുതൽ ശക്തമാക്കി ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന നിലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പരിപാടികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമികമായ ആലോചനയും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വയനാടിൻ്റെ പുനരധിവാസമാണ്. വയനാടിൻ്റെ പുനരധിവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിലും കനത്ത മഴയത്തും നിരവധി ആളുകൾ മരണപ്പെടുകയും നിരവധി കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതോപാധിയെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഇവരെയെല്ലാം ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നതിലും വീടും സ്ഥലവും തൊഴിലുപകരണങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. താൽക്കാലികമായി എല്ലാ കുടുംബങ്ങൾക്കും സംരക്ഷണം നൽകാനും എല്ലാ ജീവിതോപാധികളും നഷ്ടപ്പെട്ടവരെ അവർക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകി നിലനിർത്തുന്നതിനും സംസ്ഥാന ഗവൺമെൻറ് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ അവിടെ കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, കർഷക സംഘടനകൾ, യുവജന സംഘടനകൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി, എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അവിടെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് സംരക്ഷണം നൽകുക എന്ന നിലപാടാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്.